ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, എൻ്റെ ടെസ്റ്റിമണി എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചത്. ഞാൻ അതിനു മുമ്പ് പറയാം, ഞാൻ ഒരു ഹൈന്ദവ കുടുംബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ജനിച്ചൊരു ഹൈന്ദവ കുടുംബത്തിലാണ്. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് ഞാൻ യേശുവിനെ അറിയുന്നതും യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതും. ഞാൻ തന്നെ വിശ്വാസത്തിൽ വന്നതല്ല, എൻ്റെ മാതാപിതാക്കൾ അവരാണ് ആദ്യമേ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അവരുടെ ജീവിതത്തിൽ അവർ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ ആരോരും സഹായിക്കാനും ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ വന്നപ്പോൾ അവർ ദൈവത്തെ അന്വേഷിച്ചു, അവർ കണ്ടെത്തി. അതുമാത്രമല്ല, അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ അവർ വളരെയധികം റിസർച്ചുകളും കാര്യങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ എടുത്തു വെച്ച് പഠിച്ച് അതിനുശേഷം അതിൽ ദൈവത്തെ കണ്ടെത്തി ഇതാണ് സത്യദൈവമെന്ന് മനസ്സിലാക്കി വിശ്വാസത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. എൻ്റെ പേര് രാഗിൽ എന്നാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഹൈന്ദവനായിട്ട് ജനിച്ചു കഴിയുമ്പം ഹൈന്ദവ പാരമ്പര്യമനുസരിച്ചുള്ള കാര്യങ്ങളും എല്ലാം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ അങ്ങനെ അയാൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നു. പക്ഷേ ഒരു പാരമ്പര്യം കൊണ്ട് ഒരാളെ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഫോളോവർ ആകുന്നില്ല. കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ഒരാളെ ആണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ഒരു ഫോളോവർ ആയി, എൻ്റെ മാതാപിതാക്കളുടെ ഒരു ഫോളോവർ ആയിട്ടാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കുന്നതിനെല്ലാം എനിക്ക് കർത്താവ് ആൻസർ തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞുള്ള ആവശ്യങ്ങൾക്കുമെല്ലാം എനിക്ക് ഉത്തരം ലഭിക്കുന്നു. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. എൻ്റെ യൗവനകാലത്തിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ ശരിക്കും കർത്താവിനെ അറിയുന്നതും ആരാണ് ദൈവം എന്നുള്ളതും ഞാൻ എന്തിനാണ് യേശുവിനെ വിളിക്കുന്നത് എന്നുള്ളതുമെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും എല്ലാം കടന്നു പോകുമ്പോൾ, സാഹചര്യങ്ങളും ആവശ്യങ്ങളിലേക്കും എല്ലാം കടന്നു പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതും ആരാണ് ദൈവം എന്ന് അന്വേഷിക്കുന്നതും ആ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പലതരത്തിലുള്ള ശിക്ഷണങ്ങളെല്ലാം കൊടുക്കും. അതുപോലെ തന്നെ ദൈവവും നമ്മൾ അവൻ്റെ അടുത്തിൽ നിന്നും അകന്നു മാറുമ്പോഴും പല തെറ്റുകളിൽ നിന്നും പല പ്രയാസങ്ങളിലേക്കും എല്ലാം കടന്നു പോകുമ്പം, തെറ്റായ രീതിയിലുള്ള ജീവിതത്തിലേക്കുമൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കും ദൈവവും നമ്മളെ ശിക്ഷിക്കുവാനും ദൈവം അവനിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ടും പല രീതികളും ഉപായങ്ങളുമൊക്കെ ശ്രമിക്കും. അത് മാതാപിതാക്കളും തൻ്റെ മക്കളോട് ചെയ്യുന്ന ആ സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ദൈവവും നമ്മളോട് ചെയ്യും. ഞാൻ എൻ്റെ പഠനമെല്ലാം പൂർത്തീകരിച്ച് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ഞാൻ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിലാണ് ഞാൻ ജോലി ചെയ്തതും ഇപ്പോൾ ജോലി ചെയ്യുന്നതും. അങ്ങനെ എൻ്റെ യൗവനകാലത്ത് ഞാൻ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ബാങ്കുകളിലുമെല്ലാം ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തു. അന്നത്തെ എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പല ബാങ്കുകളിലും പല പദവികളിലും പല എക്സ്പീരിയൻസസും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റൊരു ജോലി ലഭിക്കുന്നതിന് വളരെയധികം പ്രയാസമൊന്നുമില്ല എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു ജോലി, നല്ലൊരു ജോലി ഞാൻ റിസൈൻ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. ബോംബെയിൽ അങ്ങനെ ജോലി കിട്ടാനായിട്ട് പ്രയാസമൊന്നുമില്ല, എനിക്കതനുസരിച്ചുള്ള കഴിവും എക്സ്പീരിയൻസും ഉണ്ടല്ലോ എന്നെല്ലാം കരുതിയ എനിക്ക് തെറ്റി. എനിക്ക് ജോലി ലഭിക്കുന്നില്ല. കാരണം എൻ്റെ ആശ്രയം പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ കഴിവിലും എൻ്റെ എക്സ്പീരിയൻസിലും ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, എനിക്ക് ജോലി ലഭിക്കുന്നില്ല. ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞു. ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി, എൻ്റെ ശ്രദ്ധ ദൈവത്തിലേക്കല്ല, എൻ്റെ ശ്രദ്ധ എൻ്റെ കഴിവിലേക്കാണ് എന്നുള്ളത്. അവിടെ ദൈവം 1-ാം പാഠം മനസ്സിലാക്കി തന്നു. നമ്മൾ ആശ്രയിക്കുന്നത് എവിടെയാണെന്നുള്ളത്. ഞാൻ രക്ഷകനും നാഥനുമായിട്ട് ഞാൻ കർത്താവിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ആശ്രയം എൻ്റെ ഏത് കാര്യത്താണെന്നുണ്ടെങ്കിലും അവിടെയെല്ലാം എൻ്റെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം.
അങ്ങനെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച ശേഷമാണ് എനിക്ക് ഒരു ജോലി ലഭിക്കുന്നതും. അതും വെറും ഒരു സാധാരണ ജോലിയല്ല എനിക്ക് ലഭിച്ചത്. ഞാൻ നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന വചനം അവിടെ പൂർത്തീകരിക്കുക തന്നെയാണ് ഉണ്ടായത്. ഞാൻ ചോദിച്ച ശമ്പളത്തിനും ഏറ്റവും അധികമായിട്ട് മൾട്ടിപ്പിൾസ് ആണ് എനിക്ക് ശമ്പളമായിട്ട് ലഭിച്ചതും. ഞാൻ ചോദിച്ച ഒരു ഡെസിഗ്നേഷനെക്കാട്ടിലും ഏറ്റവും അധികമായിട്ടുള്ളൊരു ഡെസിഗ്നേഷനോട് കൂടിയുള്ള ഒരു ജോലിയായിരുന്നു എനിക്ക് അവിടെ ലഭിച്ചതും. അവിടെ കർത്താവിൻ്റെ മഹത്വം എൻ്റെ മുമ്പിൽ കാണിച്ചു തരിക തന്നെ ചെയ്യുമായിരുന്നു. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് അവിടെ നിവൃത്തിയാക്കുക തന്നെയായിരുന്നു ചെയ്തത്. കർത്താവ് ഒരു നാളും നമ്മളെ കൈവിടത്തില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, എൻ്റെ ടെസ്റ്റിമണി ഒന്ന് പറയാമെന്ന് ഒരു വ്യക്തി ചോദിച്ചു. എന്തുകൊണ്ട് ടെസ്റ്റിമണിയുടെ ഒരു വീഡിയോ ചെയ്തുകൂടാ എന്നുള്ളത്. ഒരു ടെസ്റ്റിമണിയുടെ വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ടെസ്റ്റിമണി പറയണം എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷനാണ്. കാരണം ഓരോ ദിവസവും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഒരു ടെസ്റ്റിമണിയായിട്ട് പറയാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ടുള്ള ഒരു വീഡിയോ കൊണ്ടോ ഒന്നും തീരത്തില്ല. അങ്ങനെ കർത്താവ് വളരെ അവൻ്റെ കൈകളിൽ കൊണ്ടു നടക്കുകയായിരുന്നു. മറ്റൊരു ടെസ്റ്റിമണി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ ജോലിയിൽ ഞാൻ UAE ദുബായിൽ ഒരു കമ്പനിയിൽ ഞാൻ എൻ്റെ തുടക്കത്തിൽ എൻ്റെ ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ച സമയത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു വ്യക്തി മറ്റു പലരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നിരുന്ന ഒരു ഘട്ടമായിരുന്നു. എങ്കിലും പലരും പല സിറ്റുവേഷനും പല സാഹചര്യങ്ങളും എല്ലാം പറയുമ്പോഴും എത്രത്തോളം വിശ്വാസമുണ്ടെങ്കിലും ചിലപ്പോൾ പതറിപ്പോകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി, ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ വ്യക്തികളെയും പല രീതിയിലും വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കർത്താവിൽ ഉറച്ചു നിന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. 91-ാമത്തെ സങ്കീർത്തനം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കും. കർത്താവിനോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം പല രീതിയിലും എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എനിക്കൊന്നും ഏൽക്കുന്നില്ല. എനിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നു പോലുമില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു. കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പലരെയും പല രീതിയിലും ഞാൻ ബുദ്ധിമുട്ടിക്കാനായിട്ടും പ്രയാസപ്പെടുത്തുവാനായിട്ടും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. നിന്നെയും ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനും നോക്കിയിട്ട് എനിക്ക് നിന്നെ തൊടാനായിട്ട് സാധിക്കുന്നില്ല. എന്താണെന്ന് അറിയുന്നില്ല. അന്നും കർത്താവ് വെളിപ്പെടുത്തി തരികയായിരുന്നു, ഞാൻ അവൻ്റെ മകൻ തന്നെയാണെന്നാണ്. കർത്താവിൻ്റെ മകനാണ് ഞാൻ. അവൻ്റെ പൊന്നോമനെ തൊടാനായിട്ട് അവൻ ആരെയും അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നിട്ട് നിന്നെ തൊടാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതവിടെ എനിക്ക് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യുകയാണ്. അവനെ വിളിച്ചവനെ ആരെയും അവൻ ഉപേക്ഷിക്കുകയില്ല. ഒരു ശത്രുക്കളുടെ മുമ്പിലും അവന് ഒരു പാനമാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു അടിമയായിട്ടൊന്നും വിട്ടുകൊടുക്കാൻ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഓരോ സമയത്തും പല സാഹചര്യങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോയപ്പം 91-ാം സങ്കീർത്തനം എനിക്ക് വലിയൊരു സഹായമായിരുന്നു. എനിക്ക് വലിയൊരു ഒരു സപ്പോർട്ടായിരുന്നു. വചനം എന്ന് പറയുന്നത് നമ്മൾ ജീവൻ്റെ വചനമാണ്. നമ്മൾ ഓരോ സാഹചര്യത്തിലും വചനമെടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് വചനം എന്ന് പറയുന്നത്. ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. പതറരുത്. പല സിറ്റുവേഷനിൽ ഇതുപോലെയും അല്ലെങ്കിൽ ഇതിനേക്കാട്ടിലും വേഴ്സായിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെയും കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അവിടെയെല്ലാം ഉപയോഗിക്കേണ്ട ഒന്നാണ് വചനമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ആരും നിന്നെ തൊടാനായിട്ടും സമ്മതിക്കത്തില്ല. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് ആരും ഒരായുധവും ഫലിക്കയില്ലെന്നാണ് പറയുന്നത്. കാരണം അവൻ്റെ പ്രൊട്ടക്ഷനിലാണ്, കർത്താവിൻ്റെ പ്രൊട്ടക്ഷനിൽ അവൻ്റെ ഉള്ളം കയ്യിലാണ് നിന്നെ കൊണ്ട് നടക്കുന്നത്. കോഴി തൻ്റെ കുഞ്ഞിനെ പരിപാലിച്ച് നടക്കുന്നതിനെക്കാട്ടിലും എത്രയോ അധികമായിട്ടാണ് നമ്മളെ അവൻ്റെ കയ്യിൽ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാക്ഷ്യമാണ്. എങ്കിൽ തന്നെയും പലർക്കും കേൾക്കുന്നവർക്ക് ചിലപ്പം അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഇതൊരു ചെറിയൊരു തുടക്കമാണ്. എൻ്റെ സാക്ഷ്യങ്ങളുടെ പല വീഡിയോ ഘട്ടങ്ങളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.